Okay, so the last class we are discussing about the dividend and dividend policies. Okay, what are the different factors affecting dividend policy? We already discussed it. Next, we have to discuss about the different types of dividend policies. Okay, which are the different types of dividend policies? We already discussed about the dividend policies. Okay, so it deals with the distribution of dividend. Okay, so which are the different types of dividend policy? First of all, it is stable dividend policy. Okay, stable dividend policy. So stable dividend policy is one that maintains regularity in paying some dividend even though the earning fluctuate year after year. Even though there is fluctuations in the earnings in every year or year after year, the dividend paid will not be fluctuating. That means the dividend paid will be in a regular nature. In short, stable dividend means payment of certain minimum amount of dividend regularly. It may be in 3 types. We can discuss about that. അപ്പം സ്റ്റേബിൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏണിങ്സിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഡിവിഡൻഡിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വർഷം ഏണിങ്സ് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും അവർ നൽകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഒരു മിനിമം എമൗണ്ട് അവിടെ ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ലാഭം കൂടിയാലും കുറഞ്ഞാലും അവർ അവിടെ ഒരു മിനിമം എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് നൽകുന്നുണ്ടാവും. ദിസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു constant dividend per share, constant percentage of earning, constant dividend per share plus extra dividend. So first one, constant dividend per share. That means paying a fixed amount of dividend for a share. Means paying a fixed amount on the share price. Paying a fixed amount is means കോൺസ്റ്റന്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അവിടെ നൽകുന്നുണ്ടാവുക. ഡിവിഡൻഡിന് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും നൽകുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് 100 rupees ഫേസ് വാല്യൂ ഉള്ള ഷെയറിന് നമ്മൾ 10 രൂപയാണ് ഡിവിഡൻഡ് നൽകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതെന്താണ്, അവിടെ ഒരു ഫിക്സഡ് ആണ് അല്ലേ. അപ്പം അത് ലേണിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നമ്മൾ ആ ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെയാണ് അവിടെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഓക്കെ, അപ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏണിങ്സ് ഒക്കെ ഉള്ള കൺസേണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും അവർക്ക് ഒന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സ്റ്റേബിൾ ഡിവിഡൻഡ് ഒക്കെ ഏൺ ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഈ ഒരു കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. The next one is constant percentage of earning, that is paying a fixed percentage of net profit as dividend every year. Here the percentage of earnings is provided. Okay, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഷെയറിന് എത്ര രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു. നേരെ മറിച്ച് നമ്മൾ പറയുകയാണ് ഒരു ഷെയറിന് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പേയിങ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം, ഇപ്പോൾ 10% കൊടുക്കുക അല്ലെങ്കിൽ 20% കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് പേയിങ് പെർസെൻറ്റേജ് ഓഫ് ഏണിംഗ്. നെക്സ്റ്റ് വൺ, കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. ഹിയർ there will be 2 parts, that is a constant dividend is paid regularly plus an extra dividend is also provided. Okay, this extra dividend is based on the profit earning. അതായത് ഇവിടെ ചെയ്യുന്ന എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും, അതിന് പുറമെ ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് പ്രോഫിറ്റ് ഏൺ ചെയ്തിരുന്നതിൻ്റെ ഭാഗമായിട്ടും നൽകുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഓരോ വർഷം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനനുസരിച്ചിട്ട് അവിടെ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ഡിവിഡൻഡും കൂടെ കൊടുക്കുന്നുണ്ടാവും. ദർ വിൽ ബി എ മിനിമം ഡിവിഡൻഡ് ഓൾസോ. On the basis of profit earning, they will be providing an extra dividend also. Then what are the advantages of stable dividend policy? Okay, it increases the confidence of shareholders. Okay, അതായത് നമ്മളൊരു ഫിക്സഡ് എമൗണ്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് എല്ലാ വർഷവും കിട്ടും, അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. It meet the expectation of investors. Okay, if you are knowing what will be the return, it can improve the expectation of investors. It attract new investors. If the firm is providing a fixed return, it will attract new investors.
ഒരു ഫിക്സഡ് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സിന് അത് അട്രാക്ട് ചെയ്യും. ഇറ്റ് സ്റ്റെബിലൈസസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് അല്ലേ. എന്തായിരിക്കും അവിടെ വേരിയേഷൻ വരുന്ന സമയത്താണ് മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസം വരിക. If there is variation in dividend, it will affect the market value of shares. If there is no variation, it will stabilize the market value of shares. And it increase the goodwill of the firm. ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഡിവിഡൻഡൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. പ്രിപ്പയറിംഗ് ദി ഫൈനാൻഷ്യൽ പ്ലാനിങ്, a company can use for preparing the financial planning. It is very easy to use the stable dividend policy. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ആണെങ്കിൽ ആ എത്രത്തോളം ഡിവിഡൻഡ് ബാക്കി ഉണ്ടാവും, എത്രത്തോളം പ്രോഫിറ്റ് ബാക്കി ഉണ്ടാവും, എത്രത്തോളം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് എത്ര റിട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ ആദ്യം തന്നെ അറിയാം. അതിനനുസരിച്ച് അവർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് കണ്ടിന്യൂഡ് നോർമൽ ഓപ്പറേഷൻ ഓഫ് ദി കമ്പനി അല്ലേ. എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ആ ഒരു കമ്പനിയുടെ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസിൻ്റെ ഒരു സൈനാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. സോ വാട്ട് അബൌട്ട് ദി ഡേഞ്ചേഴ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി? ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ചേഞ്ച്. ഈവൻ ദോ ഇഫ് യു ഹാവ് നോട്ട് ഇനഫ് പ്രോഫിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ചേഞ്ച്. നമുക്കിപ്പം ലാഭം ആവശ്യത്തിന് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആ ഡിവിഡൻഡ് പോളിസി ചേഞ്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, if the company pays stable dividend in its capacity, it will be suicidal in a long run. അപ്പം കുറേ വർഷം ഇത് ലാഭം ഇല്ലാഞ്ഞിട്ടും ഡിവിഡൻഡ് മിനിമം ഒരു ഡിവിഡൻഡ് കൊടുക്കുകയാണ്. കമ്പനിക്ക് ലാഭമല്ല എന്നിട്ട് പോലും അവർ ആ ഒരു മിനിമം ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. ഇറ്റ് വിൽ ക്വിറ്റ്. ഓക്കെ, സോ ദി സെക്കൻഡ് വൺ ഈസ്, ഫസ്റ്റ് വൺ വി ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ദി സെക്കൻഡ് വൺ ഈസ് regular and extra dividend policy. Regular and extra dividend policy. So under this policy, shareholders are paid a constant rupee dividend as a fixed percentage along with extra dividend. Okay, here under this policy, shareholders are paid a constant rupee dividend as fixed percentage along with extra dividend. അപ്പം ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദി ഏർണിങ്ങിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നെറ്റ് പ്രോഫിറ്റിന് ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. ദെൻ പിന്നെ കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയറിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അവിടെ ഒരു മിനിമം റേറ്റ് ഉണ്ടായിരിക്കും, സോറി എന്തായിരുന്നു, ഫിക്സഡ് മിനിമം റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെർ ഷെയർ ഉണ്ടായിരിക്കും, പ്ലസ് പ്രോഫിറ്റിനനുസരിച്ച് ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് കൂടെ നൽകും എന്നുള്ളതായിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്, അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ റുപ്പി ഡിവിഡൻഡ് ആയിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജിൽ, അതായത് റെഗുലർ ഡിവിഡൻഡ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കും, അതിന് പുറമെ ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിസൺ, if the earnings are higher than normal earning in any year, the company may pay an additional or extra dividend in addition to regular dividend. Okay, so by giving extra dividends, the company avoids giving shareholders false hope of increased dividend in coming years. അപ്പം ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. അവർക്ക് റെഗുലറായിട്ടൊരു ഡിവിഡൻഡ് കൊടുക്കും ഒരു പെർസെൻറ്റേജിൽ. കമ്പനിയുടെ ഏണിങ് അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കൂടുതലുള്ള വർഷങ്ങളിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഓരോ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിൻ്റെ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5%. അപ്പം അതൊരു നോർമലായിട്ട് നമ്മളൊരു പ്രോഫിറ്റ് കണക്കാക്കിയിട്ട് അതിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതിൽ കൂടുതലായിട്ട് പ്രോഫിറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കും. അത് എല്ലാ വർഷവും കൊടുക്കുന്നൊന്നുമില്ല, ഉള്ളപ്പം മാത്രം കൊടുക്കും. സോ ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഓൺലി ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് എക്സ്ട്രാ ദി നോർമൽ പ്രോഫിറ്റ്. Then next, regular stock dividend policy. This is the policy of distributing shares instead of cash dividend. Here stock is distributed instead of cash.
ഷെയർസിന് പകരമായി ക്യാഷിന് പകരമായിട്ട് ഷെയർസ് ആണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബോണസ് ഷെയർസ്. ഓക്കെ, സച്ച് എ പോളിസി റിസൾട്ട് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഓഫ് ദി കമ്പനി. അപ്പം എങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പം കൂടുതൽ ഷെയർസ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു പോളിസി ശരിക്കും അഡോപ്റ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ആർ റീറ്റെയിൻഡ് ഏർണിംഗ് ബട്ട് ക്യാഷ് ഈസ് ഇൻസഫിഷ്യൻറ്റ് അല്ലേ, അവിടെ ഓൾറെഡി റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ ഉണ്ട് ആ കമ്പനിയിൽ, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ആ റീറ്റെയിൻഡ് ഏർണിങ്ങിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകും. ഓക്കെ, എന്നാൽ നമ്മൾ ബോണസ് ഷെയർസ് എന്നാണ് പറയാം. അതുപോലെ തന്നെ ഇഫ് ദ കമ്പനി ഹാസ് സർട്ടൻ മോഡർണൈസേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആൻഡ് ഇറ്റ് നീഡ് ടു ഫൈനാൻസ് ദി ഇമ്മീഡിയറ്റ്ലി അല്ലേ. അപ്പം കമ്പനിക്ക് ഒരു മോഡർണൈസേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് കൊടുക്കാം ഡിവിഡൻഡ് ആയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. So here giving regular dividend in cash and extra dividend in shares. റെഗുലർ ഡിവിഡൻഡ് ആയിട്ട് അവർ ക്യാഷ് നൽകുന്നു. എക്സ്ട്രാ എന്തെങ്കിലും ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു റെഗുലർ ഡിവിഡൻഡ് കൊടുക്കും. അതിന് പുറമെ എക്സ്ട്രാ ഡിവിഡൻഡ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്തായിട്ടും കൊടുക്കും, സ്റ്റോക്കായിട്ടും നൽകും, അല്ലെങ്കിൽ ഷെയർസ് ആയിട്ട് നൽകും. നെക്സ്റ്റ് വൺ ഈസ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. ദാറ്റ് ഈസ് പേയിങ് ഇറഗുലർ ഡിവിഡൻഡ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ്. Okay, so this is adopted when the companies is having highly unstable earnings. Okay, so under this policy, higher rates of dividend shall be paid in the years of high profits and lower rates of dividend in the years of lesser profit. So under the irregular policy, dividends are declared strictly according to the earnings and financial condition of the company. അല്ലെ, കമ്പനിയുടെ ഏണിങ്സിനും അതിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും അനുസരിച്ച് അവർ ഡിവിഡൻഡ് കൊടുക്കും. ചില വർഷം കൂടുതലായിരിക്കും, ചില വർഷം അത് കുറവായിരിക്കും. The last one is a residual dividend policy. So if a company pay dividend only after undertaking all investment opportunity, it is called a residual dividend policy. കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം അതിന് എന്തെങ്കിലും വേറെ ഏതെങ്കിലും എക്സ്പെൻസ് വരാനുണ്ട്, ഇപ്പം മോഡർണൈസേഷൻ എക്സ്പാൻഷൻ എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം എക്സ്പെൻസ് മീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ബാക്കിയുള്ള എമൗണ്ട് ഡിവിഡൻഡായിട്ട് നൽകുന്നതാണ് റെസിഡുവൽ ഡിവിഡൻഡ് പോളിസി. ദ ബാലൻസ് എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. The balance amount after meeting all investment opportunities is provided as dividend. Okay. I think it is clear now. So next we have to discuss about what is the dividend policy and value of a firm. There are two opinions about dividend policy and value of firm. Some argued that dividend policy is irrelevant and some argued that dividend policy is relevant. ചില ആളുകൾ പറഞ്ഞു ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിവിഡൻഡ് പോളിസി. ചില ആളുകൾ പറയുന്നത് അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യാത്തതാണെന്നാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്? According to this concept, dividend policy has no effect on the market price of the shares and value of the firm, and hence dividend policy is irrelevant. In their opinion, investors do not differentiate between dividend and the capital signs. Okay, Solomon Ezra and Modigliani and Miller believes in this concept. അല്ലേ, നമ്മൾ നേരത്തെ അവിടെ അത് ഓൾറെഡി ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ, അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അവരവിടെ പറയുന്നത് ഡിവിഡൻറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ വാല്യൂവും തമ്മിൽ കണക്ഷനൊന്നുമില്ല, ഡിവിഡൻറ്റിനനുസരിച്ചിട്ടൊന്നല്ല അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത്. അതാണ് ഇറലവൻസ് കോൺസെപ്റ്റ്. ഓക്കെ, അതിനെ പ്രൊമോട്ട് ചെയ്ത ആളുകളെ നമ്മൾ പറഞ്ഞു സോളമൻ ഇസ്ര, ദെൻ മോഡിഗ്ലാനി ആൻഡ് മില്ലർ. Then what is relevance concept? According to this concept, dividend policy has reasonable effect on the market value of the shares of the and value of the firms.
ഡിവിഡൻഡ് പോളിസി ഈസ് റെലവൻറ്റ് അല്ലേ. മാർക്കറ്റ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നതാണ് റെലവൻസ് കോൺസെപ്റ്റ്. Those firms which pay higher dividend will have greater value and vice versa. M. Gordon John, Linder and James Walter follow this concept. Okay. അപ്പോൾ അത്രയാണ് നമ്മൾ അതിനകത്ത് റെലവൻസ് എന്താണ് ഇറെലവൻസ് എന്താണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.